എക്സാം കാപ്സ്യൂൾ. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് വിവിധ സേനകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച അവസരമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള നിയമനം. എന്താണ് GD കോൺസ്റ്റബിൾ തസ്തിക എന്നതിനെക്കുറിച്ച് കരിയർ വിദഗ്ധനും സൈലം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ അക്കാഡമിക് ഹെഡുമായ ശ്രീ വിഷ്ണു കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. സർക്കാർ ജോലി എന്നത് ഏതൊരു സാധാരണക്കാരന്റെയും വലിയൊരു സ്വപ്നമാണ്. കേന്ദ്ര സർവീസിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ജോലികളിലേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനുകളിൽ ഒന്നാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പ്രതിവർഷം ഒരുപാട് പരീക്ഷകൾ നടത്തി വരുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയുടെ വിജ്ഞാപനം ഈയിടത്ത് വരികയുണ്ടായി. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഒരു പരീക്ഷയുടെ വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത്. GD കോൺസ്റ്റബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ര സുപരിചിതമായിട്ടുള്ളൊരു പേരായിരിക്കില്ല. പക്ഷേ കേന്ദ്ര സേന അല്ലെങ്കിൽ കേന്ദ്ര പോലീസ് സേന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേട്ടു പരിചയമുള്ള ചില സേനകൾ CISF, BSF, CRPF, ITBP, ആസാം റൈഫിൾസ് ഇത്തരത്തിലുള്ള സേനകളിലേക്ക് നടത്തുന്ന കോൺസ്റ്റബിൾമാർക്കായിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റബിൾമാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പരീക്ഷ. പാരാമിലിറ്ററി ഫോഴ്സ് അല്ലെങ്കിൽ അർദ്ധ സൈനിക വിഭാഗം എന്നൊക്കെ മുൻപ് അറിയപ്പെട്ടിരുന്ന ഈ സേനയെ ഇപ്പോൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോർഡർ ഗാർഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നമുക്കറിയാം പാകിസ്ഥാൻ്റെ ബോർഡറും നമ്മളുടെ ബംഗ്ലാദേശിൻ്റെ ബോർഡറും ആ ബോർഡർ അതിൽ നമ്മളെ സുരക്ഷിതമായി നമ്മളെ കാക്കുക എന്നുള്ളതാണ് BSFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ CISF എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, നമ്മളിവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും നമ്മളുടെ റെയിൽവേ സ്റ്റേഷനുകളും നമ്മളുടെ ഷിപ്പ് യാർഡ് അല്ലെങ്കിൽ നമ്മളുടെ പോർട്ടൊക്കെ അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ എല്ലാം ദൗത്യം. അതുപോലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സാണ് ITBP എന്ന് പറഞ്ഞാൽ. CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഇവരെല്ലാം തന്നെ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സേനയാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ഈ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ഇവിടെ VIP സുരക്ഷയും കാര്യങ്ങളിൽ ഉറപ്പുവരുന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡും ഇപ്പോൾ ഈ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു NSG കമാൻഡോ ആകണം അല്ലെങ്കിൽ ഒരു യൂണിഫോം ഇട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ കേന്ദ്ര പോലീസ് സേന എന്നറിയപ്പെടുന്ന ഇതിൽ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയി കണക്കാക്കേണ്ട ഒരു പരീക്ഷ തന്നെയാണ് SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സര പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലുള്ള വേക്കൻസിയാണ്. അത് തന്നെയാണ് ഈ SSC GD കോൺസ്റ്റബിൾ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ വർഷവും ഈ വർഷവും നമുക്ക് ഏകദേശം 39,000-ലധികം ഒഴിവുകൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50,000-നടുത്ത് ഒഴിവുകൾ, അതിൻ്റെ മുൻപത്തെ പ്രാവശ്യവും 40,000-ന് മുകളിൽ ഒഴിവുകൾ വന്ന ഒരു പരീക്ഷയാണ് ഈ SSC GD കോൺസ്റ്റബിൾ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തയ്യാറെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ വർഷം ഇത്രയും ഒഴിവുണ്ടെങ്കിൽ അടുത്ത വർഷവും ഇത്ര തന്നെ ഒഴിവ് അല്ലെങ്കിൽ ഇതിൻ്റെ പകുതിയിലേറെ ഒഴിവ് വരാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ ഒരു മലയാളി ഒരു യൂണിഫോം ആഗ്രഹിക്കുന്ന, ഒരു യൂണിഫോം ജോലി സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയോ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായിട്ടുള്ളൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിജ്ഞാപനം എന്ന് പറയുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ GD കോൺസ്റ്റബിൾ തസ്തിക എന്താണെന്നതിനെക്കുറിച്ചാണ് കരിയർ വിദഗ്ധനും സൈലം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ അക്കാഡമിക് ഹെഡുമായ ശ്രീ വിഷ്ണു കെ സുരേന്ദ്രൻ എക്സാം കാപ്സ്യൂളിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചത്. എക്സാം കാപ്സ്യൂൾ.